ഈ അബ്ദുറഹ്മാൻ്റെ അടുത്താണ് അല്ലേ ഇന്നാള് പറഞ്ഞത്. പിന്നെ പാണക്കാട് കുടുംബം എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യപ്പെടാത്ത എന്താണോ പറഞ്ഞത് അപ്പടി അനുസരിക്കുന്ന അനുയായികളാണ് ഞങ്ങൾ എന്ന് പറഞ്ഞത്. അപ്പോൾ അയാൾക്ക് അധികാരം കിട്ടിയില്ല, സ്ഥാനാർത്ഥി കിട്ടിയില്ല, അപ്പോൾ അയാൾ എതിർക്കുക. ഈ തൊള്ളവർത്താനുള്ളൂ, അത് മനസ്സിലാക്കാൻ ആർക്കും കഴിയണില്ല. ഈ പാണക്കാട് കുടുംബങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ ബഹുമാനിക്കണ കാട്ടിക്കൊടുന്ന ഈ കോപ്പിരാട്ടി കാണിക്കണ്ടല്ലോ, ഒക്കെ ലീഗായതുകൊണ്ടാണ്. ലീഗ് അല്ലെങ്കിൽ ഒരു തങ്ങളും ഇല്ല, ഒരു മൊയ്ലിയരും ഇല്ല, ഒരു ഇസ്ലാമും ഇല്ല, ഒരു ഈമാനും ഇല്ല. അതാണ് ലീഗിൻ്റെ അവസ്ഥ. അത് മനസ്സിലാക്കാൻ കഴിയണം. പാണക്കാട് കുടുംബം ഇതാ പറഞ്ഞു വെച്ചാൽ അത് അപ്പടി അംഗീകരിക്കണ സയ്യിദുല്ലുമ്മയാണ് എന്നൊക്കെ പറഞ്ഞ് രണ്ടെത്താണിതാ സ്ഥാനം കിട്ടാതായപ്പോൾ പാണക്കാട് കുടുംബം ശരിയല്ല എന്ന് പറയും. ഇത്രയേ ഉള്ളൂ. ഈ പാണക്കാട് എങ്ങാനും പിന്മാറിയാണ്ടല്ലോ ലീഗ്, ഇപ്പോൾ ലോകത്തെ ഏറ്റവും വൃത്തിയിട്ട ഒരു പാണക്കാടാവും ഇവരെ വാക്കിൽ. അവിടെയാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ പറഞ്ഞത്, അഖില് ബൈത്തിനെ രാഷ്ട്രീയം നോക്കിയിട്ടല്ല ബഹുമാനിക്കേണ്ടത്. അഖില് ബൈത്തിനെ സ്നേഹിക്കണം, അത് നന്നായി സ്നേഹിക്കണം. റസൂലുള്ളാഹിൻ്റെ കുടുംബം നിലക്ക്, രാഷ്ട്രീയ പ്രസിഡന്റ് നിലക്ക് ഒക്കെ അത് പുച്ഛാണ്. രാഷ്ട്രീയത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് ഏത് രാഷ്ട്രീയമായാലും, മുസ്ലിം ലീഗായാലും ശരി, കോൺഗ്രസ് ആയാലും മാർക്സിസ്റ്റ് ആയാലും ശരി, അതിൻ്റെ നേതൃരംഗത്ത് ഒരു തങ്ങളാണെങ്കിൽ ആ രാഷ്ട്രീയം എന്ന നിലക്ക്, രാഷ്ട്രീയ നേതാവ് എന്ന നിലക്ക് അദ്ദേഹം നമുക്ക് പുച്ഛമാണ്, പുച്ഛം. പക്ഷേ അഖില ബൈത്ത് എന്ന നിലക്ക് അള്ളാഹു നമുക്ക് തന്ന വലിയൊരു ഭാഗ്യമാണ്, കനിഞ്ഞരുളി തന്ന ഭാഗ്യമാണ്. ആ നിലക്ക് അദ്ദേഹത്തെ ആദരിക്കണം, ബഹുമാനിക്കണം. ലീഗുകാരങ്ങനല്ല. ലീഗ് എന്ന നിലക്കാണ് അവർക്ക് തങ്ങന്മാരോടുള്ള ബഹുമാനം. ലീഗല്ലെങ്കിലോ അവർക്കൊരു തങ്ങളോടൊരു ബഹുമാനമില്ല. മനസ്സിലാക്കാൻ കഴിയണം.